ഹലോ പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇവിടെ ഈജിപ്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അൽ അസ്ഹർ മസ്ജിദിൻ്റെ കാഴ്ചകളിലേക്കാണ്. ഖൽഫുൽ അസ്ഹർ അഥവാ അസ്ഹറിന് പിൻഭാഗം എന്നറിയപ്പെടുന്ന ചെറിയ തെരുവിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ചിട്ടുള്ള അതേ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഇന്നും അതുപോലെ തന്നെ സൂക്ഷിച്ച് അവിടെ ലൈബ്രറികളും അതല്ലെങ്കിൽ ബുക്ക് സ്റ്റോളുകളൊക്കെ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സ്ട്രീറ്റിൻ്റെ വലതുവശത്ത് കാണുന്നതാണ് അസ്ഹർ പള്ളി. നേരെ മുമ്പിൽ കാണുന്ന ആ ഒരു മിനാരത്തിൻ്റെ തൊട്ടു താഴെയുള്ള കെട്ടിടത്തിലാണ് അന്നത്തെ സുൽത്താൻമാർ ഇവിടെ അവരുടെ ദിവാനുകൾക്കും ഹൽക്കകൾക്കൊക്കെ ആയിട്ട് കൂടിയിരുന്നത്. ഓട്ടോമൻ കാലഘട്ടത്തിലെ ഡിസൈനിങ്ങിലുള്ള ഒരു മിനാരമാണ് നമ്മൾ നേരെ മുമ്പിൽ കാണുന്നത്. അതിൻ്റെ തൊട്ടു പിറകിലുള്ളതാണ് ഫാത്തിമിയ കാലഘട്ടത്തിലെ ഡിസൈനിങ്ങുള്ള മിനാരം. സമയം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളും സ്റ്റുഡൻസൊക്കെ ആയിട്ട് തിരക്ക് കൂടി വരുന്നുണ്ട്. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ 3 പേരും ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു കൂൾ ബാറിൽ ജ്യൂസ് കുടിക്കാൻ കയറി. അസ്ഹർ മസ്ജിദിൻ്റെ പരിസരത്തുള്ളതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ജ്യൂസ് കടയാണത്. അങ്ങനെ 3 പേരും ഒരു ബട്ടർ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ചു. ശേഷം വീണ്ടും നടന്ന് അസ്ഹറിൻ്റെ നേരെ ഫ്രണ്ട് ഗേറ്റിലെത്തി. ഇതാണ് ഇവിടുത്തെ മെയിൻ ഗേറ്റ്. ഇതിന് കൂടാതെ 2 ഗേറ്റുകളും കൂടിയുണ്ട്. ഇവിടുത്തെ മറ്റു പള്ളികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് വിശാലമായിട്ടുള്ള കാർ പാർക്കിങ്ങും ഗാർഡനും ഒക്കെയുള്ള ഫ്രണ്ടേജാണ് നമ്മൾ ആദ്യം വെൽക്കം ചെയ്യുന്നത്. പള്ളിയിൽ നിന്ന് കുറച്ച് ദൂരം മാറി ഈ 2 കാറുകൾക്ക് തൊട്ടു പുറകിലായിട്ട് കാണുന്ന ആ ബിൽഡിങ്ങിലാണ് ആണുങ്ങളുടെ ഒതു കൊടുക്കുന്നതും വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്ത്രീകളുടെ സൗകര്യങ്ങളും. എല്ലാ സൗകര്യങ്ങളുള്ള അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഹൗസും വാഷ്റൂമും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല സദാസമയവും ഒരുപാട് ആളുകൾ കയറി ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മണിക്കൂറിലും ഇവിടെ ക്ലീനിങ്ങും നടക്കുന്നുണ്ട്. അങ്ങനെ ബാത്റൂമിൽ പോയി ഫ്രഷൊക്കെ ആയി ഒന്ന് വുളുഎടുത്ത് വന്നപ്പോഴേക്കും ബാങ്ക് കൊടുത്തു. അപ്പോൾ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നേരെ പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അതുപോലെ തന്നെ ചെരുപ്പൊക്കെ വെച്ചിട്ട് വേണം പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. ഇതാണ് ഉള്ളിലേക്ക് കയറുന്ന എൻട്രൻസ്. ഇതിലൂടെ നേരെ നമ്മൾ കയറി ചെല്ലുന്നത് പള്ളിൻ്റെ വിശാലമായിട്ടുള്ള നടുമുറ്റത്തേക്കാണ്. നല്ല വെളുത്ത മാർബിൾ കല്ലുകൾ പതിച്ചിട്ടുള്ള നടുമുറ്റവും അതിന് ചുറ്റിലായിക്കൊണ്ട് ഒരുപാട് ആർക്കിടെക്ചറൽ വർക്കുകൾ ചെയ്തിട്ടുള്ള ഈ ഒരു വരാന്തയും ഒക്കെ കാണാൻ ഒരു പ്രത്യേക രസമാണ്. മാത്രമല്ല വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ദീൻ പഠിക്കാനായിട്ട് വരുന്ന വിദ്യാർത്ഥികൾ ഖുർആൻ ഓതുന്നതും അവരുടെ പഠനങ്ങളിൽ മുഴുകിയിരിക്കുന്നതും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ഒരു പള്ളി ആസ്വദിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഫീൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിലൊക്കെ അറബിക് കലിമത്തുകൾ എഴുതിയിട്ടുണ്ട്. വെറുതെ ഉള്ളൊരു ഡിസൈനല്ല അത്. സത്യം പറഞ്ഞാൽ എത്ര കണ്ടാലും മതിയാകാത്ത, എത്ര വന്നാലും ബുദ്ധി തീരാത്തൊരു സ്ഥലമാണിത്. രാത്രി ഈ മിനാരത്തിൻ്റെ ഒക്കെ ഒരു വെളിച്ചം ഭയങ്കര രസമാണ് കാണാൻ. നല്ല സ്വർണ്ണ വെളിച്ചത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാം. അസ്ഹർ പള്ളിൻ്റെ ഉള്ളിലെ കാഴ്ചകളും വിശേഷങ്ങളും മറ്റു ചരിത്രങ്ങളെല്ലാം ഇനി നമുക്കെൻ്റെ സുഹൃത്തിലൂടെ കേൾക്കാം. ഇവിടെ എല്ലാവർക്കും വന്നിരിക്കാനും ക്ലാസ്സുകൾ കേൾക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആളുകൾക്ക് വന്നിരുന്നതുകൊണ്ട് നല്ല രീതിക്ക് പഠിക്കുകയും അതേപോലെ തന്നെ നോട്ട്സ് എടുക്കാനൊക്കെ ഇവിടെ സാധിക്കും. ഇവിടെ എപ്പോഴും ക്ലാസ്സുകൾ നടക്കാറുണ്ട്. ആ നേരെ കാണുന്നതാണ് അസ്ഹറിൻ്റെ പ്രധാന മിമ്പറും അതേപോലെ തന്നെ മെഹ്റാബും. അതൊക്കെ പ്രശസ്തമാണ് ഈ മിമ്പറും മെഹ്റാബും. നമ്മുടെ നാട്ടിലെ പോലെയല്ല, വലിയ മെഹ്റാബും അതിലത്തെ മിമ്പറിൻ്റെ വലിപ്പം കണ്ടോ എന്തൊരു വലിപ്പമാണെന്നുള്ളത്. ഒരു ഉയരം കൂടിയ മിമ്പറാണ് ഇവിടെ ഉള്ളത്. ഒരുപാട്
ഒരുപാട് സ്ഥലങ്ങളുണ്ടാകും. ഇതാണ് റുവാഖുൽ അസ്ഹർ എന്നറിയപ്പെടുന്നത്. രണ്ട് തൂണുകൾക്കിടയിലുള്ള സ്ഥലങ്ങൾക്കാണ് റുവാഖ് എന്ന് പറയാറ്. ഇവിടെ ഒരുപാട് കാലങ്ങളിൽ ദർസ് നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന പണ്ഡിതന്മാരോട് വന്നിരിക്കും, അതിൻ്റെ ചുറ്റും വിദ്യാർത്ഥികൾ വന്നിരുന്നിട്ട് ഇവിടെ നിന്ന് ദർസ് പഠിക്കുന്നതാണ് പതിവ്. റുവാഖ് അസ്ഹർ ലോകപ്രശസ്തമാണ്. ഓരോ റുവാക്കുകളുണ്ടായിരുന്നു പണ്ട് കാലം മുതലേ. മഗ്രിബി റുവാഖ്, ഷാമിൻ്റെ റുവാഖ്, എന്നിട്ട് ഉന്ദുലസിൻ്റെ റുവാഖ്, ഈജിപ്തിൻ്റെ റുവാഖ്, മിസ്രിൻ്റെ റുവാഖ് എന്ന് പറഞ്ഞ പല റുവാഖുകളും ഇവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അസ്ഹറിൻ്റെ പിറകുവശത്തുള്ള, അതായത് ഖൽഫുൽ അസ്ഹറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗേറ്റ്. പള്ളിൻ്റെ ആദ്യത്തെ സൊഫുകൾക്ക് ചേർന്നിട്ടുള്ള ഗേറ്റ് ആയതുകൊണ്ട് തന്നെ യാത്രക്കാർക്കും അതുപോലെ തന്നെ കച്ചവടക്കാർക്കൊക്കെ പെട്ടെന്ന് സൊഫുകളിലെത്താൻ പറ്റും. ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ എൻട്രൻസ്. ഈ വഴിയിലൂടെയാണ് പള്ളിയിലേക്ക് കയറുക. ഇതിലൊക്കെ കൊത്തുപണികൾ ഫുൾ അപാരമായ സംഭവമാണ്. കൊത്തുപണിയാണ് ഇതിനൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതാണ് അസ്ഹറിൻ്റെ നടുമുറ്റം. ഇവിടെ ഇഷാമാരിബിൻ്റെ ഇടയിൽ ആളുകളിങ്ങനെ വന്നിരിക്കുകയും വളരെ രസമാണ് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ. ഇതാണ് അസ്ഹറിൻ്റെ നടുമുറ്റം. ഇവിടെ ആളുകളിങ്ങനെ വന്നിരുന്നുകൊണ്ട് കാഴ്ചകൾ കാണുകയും ഇവിടെ വന്നിരിക്കാൻ പ്രത്യേകം ഒരു ഫീലാണ്. പ്രത്യേകം എത്ര ചൂടായാലും ഇതിൻ്റെ ടൈലിന് ഭയങ്കര തണുപ്പാണ്. ഭയങ്കര രസമാണ് ഈ ഒരു പ്രത്യേകിച്ച് ഇഷാമാരിബിൻ്റെ ഇടയിലൂടെ വന്നിരിക്കാനും മിനാരങ്ങളുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. ഇതാണ് അസ്ഹറിൻ്റെ പള്ളിയുടെ ആ നടുമുറ്റം. ഇവിടെ ഒരുപാട് രാജ്യക്കാരുള്ള വിസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട്. ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ മുസ്ലിങ്ങൾക്ക് മാത്രം കയറാൻ പറ്റുന്ന റെസ്ട്രിക്ഷനൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും ഒന്ന് കയറാം, വിസിറ്റ് ചെയ്യാം, ഇവിടുത്തെ ചരിത്രങ്ങൾ പഠിക്കാം, ഒക്കെ ചെയ്യാം. ഇത് ഫാത്തിമിയാക്കളാണ് യഥാർത്ഥത്തിൽ അസ്ഹർ പള്ളി ഉണ്ടാക്കിയത്. പിന്നീട് സലാഹുദ്ദീൻ അയ്യൂബി ഈജിപ്റ്റ് കീഴടക്കിയ സമയത്ത് ഈ പള്ളി അടച്ചുപൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സുന്നികൾക്ക് വേണ്ടിയിട്ട്, പിന്നെ സുന്നി മദ്ഹബിൻ്റെ സുന്നി ആശയങ്ങൾ പഠിപ്പിക്കുന്ന മദ്രസാലയമായിട്ട് പിന്നീട് ഇത് തുറക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 1040ഓളം വർഷം പഴക്കമുണ്ട് ഈ പള്ളിക്കും ഇവിടുത്തെ ഓരോ സാധനങ്ങൾക്കും. ഏകദേശം 1040ഓളം വർഷം പഴക്കമുണ്ട്. കിണറാണ്. ഈ കിണർ ഉണ്ടാക്കിയേക്കുന്നത് താജുദ്ദീൻ ഷൂക്കി എന്ന് പറയുന്ന വ്യക്തിയാണ്. മീലാദ് 818 അദ്ദേഹം മംലക്കി രാജാവായിരുന്നു. അദ്ദേഹമാണ് ഈ പിന്നെ അസ്ഹറിൻ്റെ നടുമുറ്റത്തുള്ള കിണർ ഉണ്ടാക്കിയേക്കുന്നത്. ശശി, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? هذا الفلوج افضل فلوج في العالم. هذا حلو قوي. تمام. കുട്ടികളൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് രസമാണ്. കുട്ടികളൊക്കെ കണ്ടില്ലേ, ആളുകളിങ്ങനെ അവിടെ വന്ന് ഫുള്ള് റെസ്റ്റൊക്കെ എടുത്ത് പീസായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. വളരെ പ്രത്യേകിച്ച് ഇഷാമാരിബിൻ്റെ ഇടയിൽ ഇവിടെ വന്നിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്, ഭയങ്കര സുഖമാണ്. ഈ ഒരു പിന്നെ ആകാശ കാഴ്ചയും കണ്ട് ഇവിടെ ഇങ്ങനെ നടുമുറ്റത്ത് നമ്മുടെ നാട്ടിലെ പോലെ മഴയൊന്നുമില്ല, അതുകൊണ്ട് വളരെ സമാധാനമാണ് ഇവിടെ. എപ്പോഴും സമയത്ത് ഇങ്ങനെ വന്നിട്ട് പീസായിട്ടിരിക്കാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ മെയിൻ വ്ളോഗർ അൽ ശശി. അസ്സലാമു അലൈക്കും. على رسول الله صلى الله عليه وسلم وعن كيف تعامل النبي. തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ ഒരുപാട് മക്കാത്തിബുകളും അതേപോലെ തന്നെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് പഴയ ഓൾഡ് കെയ്റോ ആണ്. സ്ഥലത്തിന് തന്നെ ഓൾഡ് കെയ്റോ എന്ന് തന്നെയാണ് പറയപ്പെടുക. കാരണം ഇവിടുത്തെ എല്ലാം ഇതുപോലെ ഇത് പൈതൃകമായി സൂക്ഷിച്ചേക്കാണ്. കാരണം ഇവിടെ പുതിയ ബിൽഡിങ്ങുകൾ കെട്ടാനോ ഒന്നും അനുമതിയൊന്നുമില്ല. കാരണം ഇവിടുത്തെ ബിൽഡിങ്ങുകൾ പൊളിക്കാനുള്ള അനുമതിയില്ല. ഇത് പൈതൃക നഗരമായിട്ടിങ്ങനെ സൂക്ഷിച്ചേക്കാണ്. ഈ ബിൽഡിങ്ങെ കണ്ടില്ല, ഫുള്ള് പഴയ ബിൽഡിങ്ങാണ്. ഈ ഭാഗങ്ങൾക്കാണ് ഖൽഫുൽ അസ്ഹർ എന്ന് പറയപ്പെടുക. ഇവിടെയാണ് വിദേശികളായുള്ള കുട്ടികൾ കൂടുതലും സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഇവിടെ കുറച്ചും കൂടി വാടകയും കാര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളും മാക്സിമം ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനത്തെ സ്ഥലങ്ങളാണ്. ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും. കാരണം തൊട്ട് പിന്നാലെ അസ്ഹർ പള്ളിയും അതിൻ്റെ കോമ്പൗണ്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ക്ലാസ്സിനൊക്കെ വരാൻ വേണ്ടിയിട്ട് അധികം കുട്ടികളും ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് താമസിക്കുക.
അങ്ങനെ അസേർ പള്ളിൻ്റെ ചരിത്രങ്ങളും വിശേഷങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.